പുഷ്പരാജ് എത്തും പറഞ്ഞതിനും ഒരു ദിവസം മുമ്പ് അല്ലുവിന്റെ പുഷ്പ ദ റൂൾ ഡിസംബർ 5-ന്. ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് അല്ലു അർജുന്റെ പുഷ്പ ദ റൂൾ. സൂപ്പർ ഹിറ്റ് ചിത്രം പുഷ്പ ദി റൈസിന്റെ രണ്ടാം ഭാഗമായ ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റ് വന്നതോടെ ആരാധകർ ആവേശക്കൊടുമുടിയിലാണ്. നേരത്തെ പറഞ്ഞതിനും ഒരു ദിവസം മുമ്പേ ചിത്രം തിയേറ്ററുകളിലെത്തുമെന്നാണ് അണിയറക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ചങ്കുറപ്പിന്റെ പര്യായമായ പുഷ്പ ഡിസംബർ 5-നാണ് തിയേറ്ററുകൾ ഭരിക്കാനെത്തുക. പുഷ്പ 2 ദ റൂൾ ബോക്സ് ഓഫീസിൽ കൊടുങ്കാറ്റായി മാറുമെന്നാണ് ഏവരും കണക്കാക്കുന്നത്. ഫസ്റ്റ് ഹാഫ് ലോക്ക്ഡ്, ലോഡ് ആൻഡ് പാക്ഡ് വിത്ത് ഫെയർ എന്ന് കുറിച്ചുകൊണ്ട് സിനിമയുടെ പോസ്റ്റർ അടുത്തിടെ അണിയർ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. അതിന് പിന്നാലെ സിനിമ ഇറങ്ങാൻ 50 ദിനം കൂടി എന്ന അറിയിപ്പുമായുള്ള പോസ്റ്ററും എത്തിയത് തരംഗമായിരുന്നു. പുഷ്പ 2 ദ റൂൾ ഇന്ത്യൻ സിനിമയുടെ ഒരു പുതിയ യുഗമായിരിക്കും എന്നാണ് അണിയർ പ്രവർത്തകരുടെ ഭാഷ്യം. രണ്ടാം ഭാഗത്തിൽ സമാനകളില്ലാത്ത ദൃശ്യാനുഭവം പ്രേക്ഷകർക്ക് അനുഭവവേദ്യമാക്കാനായാണ് അക്കൺ സ്റ്റാർ അല്ലു അർജുനും സെൻസേഷണൽ സംവിധായകൻ സുകുമാറും പദ്ധതിയിടുന്നത്. ആദ്യ ഭാഗത്തിന്റെ അപാരമായ ജനപ്രീതിയെ തുടർന്ന് അക്കൺ സ്റ്റാർ അല്ലു അർജുൻ ടൈറ്റിൽ റോളിൽ എത്തുന്ന രണ്ടാം ഭാഗവും ഒരു വലിയ ബോക്സ് ഓഫീസ് പ്രതിഭാസമാകുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. പ്രേക്ഷകരൂപക പ്രശംസ ഒരുപോലെ നേടിയ ആദ്യ ഭാഗം വാണിജ്യപരമായും വലിയ വിജയം നേടിയിരുന്നു. അതിനാൽ തന്നെ ടോട്ടൽ ആക്ഷനും മാസുമായി ഒരു ദൃശ്യശ്രവ്യ വിസ്മയം തന്നെ പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാം. ചിത്രം ഇതിനകം 1000 കോടി രൂപയുടെ പ്രീ റിലീസ് ബിസിനസ് നേടിക്കഴിഞ്ഞുവെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട്. ചിത്രത്തിന് ഇപ്പോൾ തന്നെ ലഭിച്ചിരിക്കുന്ന വൻ ഹൈപ്പ് കൊണ്ടുതന്നെ ആരാധകരുൾപ്പെടെയുള്ള പ്രേക്ഷക സമൂഹം ആകാംക്ഷയോടെയാണ് സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. റോക്ക് സ്റ്റാർ ദേവി ശ്രീ പ്രസാദിന്റെ സംഗീതവും അതിശയിപ്പിക്കുന്ന ദൃശ്യങ്ങളും തികച്ചും പുതിയൊരു കാഴ്ച വിപ്ലവം തന്നെ തീർക്കുമെന്നാണ് ഏവരും കണക്കുകൂട്ടുന്നത്. തിയേറ്ററുകൾ തോറും ഇതുവരെ കാണാത്ത വിധത്തിലുള്ള ഗംഭീരമായ റിലീസിംഗ് മാങ്കത്തിനാണ് നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സും സുകുമാർ റൈറ്റിംഗ്സും പദ്ധതിയിടുന്നത്. സുകുമാർ സംവിധാനം ചെയ്ത പുഷ്പ ദ റൈസ് ആദ്യ ഭാഗം 2 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും 7 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടിയിരുന്നു. പുഷ്പ 2 ദ റൂൾ ഇതിന്റെ തുടർച്ചയായെത്തുമ്പോൾ സകല റെക്കോർഡുകളും കടപുഴകുമെന്നാണ് ആരാധകരുടെ കണക്കുകൂട്ടൽ. ചിത്രത്തിൽ അല്ലു അർജുൻ പുറമെ രശ്മിക മന്ദാന, ഫഹദ് ഫാസിൽ, സുനിൽ, ജഗപതി ബാബു, പ്രകാശ് രാജ് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളായുള്ളത്. രണ്ടാം ഭാഗത്തിൽ എന്തൊക്കെ ട്വിസ്റ്റും ടേണും സംഭവിക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഈ 4 എന്റർടൈൻമെന്റ്സ് ആണ് സിനിമയുടെ കേരളത്തിലെ വിതരണാവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. കഥതിരക്കഥ സംവിധാനം സുകുമാർ ബന്ധട്ടി, നിർമ്മാതാക്കൾ നവീൻ യർനേനി, രവിശങ്കർ യലമഞ്ചിലി, CEO ചെറി, സംഗീതം ദേവി ശ്രീ പ്രസാദ്, ഛായാഗ്രാഹകൻ മിരസ്ലോ കുബ ബ്രയാസെക്, പ്രൊഡക്ഷൻ ഡിസൈനർ S. രാമകൃഷ്ണ മോണിക്ക നിഗോത്രേ, ഗാനരചയിതാവ് ചന്ദ്രബോസ്, ബാനറുകൾ മൈത്രി മൂവി മേക്കേഴ്സ്, സുകുമാർ റൈറ്റിംഗ്സ്, മാർക്കറ്റിംഗ് ഹെഡ് ശരചന്ദ്ര നായിഡു, P.R.O. ഏലൂര് ശ്രീനു, മാധുരി മധു, ആതിര ദിൽജിത്ത്, മാർക്കറ്റിംഗ് ഫസ്റ്റ് ഷോ. ബജറ്റ് 400 കോടി. പുഷ്പരാജിനെ ചാടിപ്പിക്കാൻ ഭൻവർ സിംഗ്, അല്ലു ഫഹദ് പോരാട്ടത്തിന് ഇനി 30 നാൾ. ഡിസംബർ 5-ന് ചിത്രം തിയേറ്ററുകളിൽ എത്തും. മലയാളികൾ അടക്കമുള്ള തെന്നിന്ത്യൻ സിനിമാസ്വാദകർ കാത്തിരിക്കുന്ന തെലുങ്ക് ചിത്രമാണ് പുഷ്പ 2. ആദ്യ ഭാഗത്തിന്റെ വമ്പൻ വിജയം തന്നെയാണ് അതിന് കാരണം. ഇനി 30 ദിവസങ്ങൾ മാത്രമാണ് പുഷ്പ 2 റിലീസ് ചെയ്യാൻ ബാക്കിയുള്ളത്. ഡിസംബർ 5-ന് ചിത്രം തിയേറ്ററുകളിൽ എത്തും. അല്ലു അർജുൻ ആരാധകർ ഇതിനോടകം തന്നെ ആഘോഷങ്ങൾക്ക് തിരികെയാഴ്ത്തി കഴിഞ്ഞു. ഈ അവസരത്തിൽ പ്രതീക്ഷകൾക്ക് ആക്കം കൂട്ടി പുതിയ പോസ്റ്റർ റിലീസ് ചെയ്തിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. അല്ലു അർജുൻ അവതരിപ്പിക്കുന്ന പുഷ്പരാജും ഫഹദ് ഫാസിൽ അവതരിപ്പിക്കുന്ന ഭൻവർ സിംഗും മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന തരത്തിലാണ് പോസ്റ്റർ. ഒപ്പം പുഷ്പരാജിനെ ചാടിപ്പിക്കുന്ന ചിരിയുമായാണ് ഭവൻ സിംഗ് ഉള്ളത്. പോസ്റ്റർ ഇതിനകം ശ്രദ്ധ നേടി കഴിഞ്ഞു. സിനിമയുടെ ട്രെയിലർ ഉടൻ പുറത്തിറങ്ങുമെന്നും അണിയർ പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ട്. തിയേറ്ററുകൾ തോറും ഇതുവരെ കാണാത്ത വിധത്തിലുള്ള ഗംഭീരമായ റിലീസിംഗ് മാങ്കത്തിനാണ് നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സും സുകുമാർ റൈറ്റിംഗ്സും പദ്ധതിയിട്ടിരിക്കുന്നത്. E4 എന്റർടൈൻമെന്റ്സിനാണ് കേരളത്തിലെ വിതരണാവകാശം. റിലീസിന് ഒരു മാസം മുൻപ് തന്നെ കേരളത്തിലെ ഫാൻസ് ഷോ ടിക്കറ്റുകൾ എല്ലാം വിറ്റഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ 24 മണിക്കൂറും പുഷ്പയുടെ പ്രദർശനമുണ്ടാകുമെന്ന് നേരത്തെ E4 എന്റർടൈൻമെന്റ്സ് സാരഥി മുകേഷ് R. മേത്ത അറിയിച്ചിരുന്നു. ലോകമാകെ ഏറ്റെടുത്ത ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ പുഷ്പ ദ റൈസിന്റെ രണ്ടാം ഭാഗമായെത്തുന്ന പുഷ്പ 2 ദ റൂൾ ബോക്സ് ഓഫീസ് വൻ വിജയമായി മാറുമെന്നാണ് ഏവരും കണക്കുകൂട്ടുന്നത്. രണ്ടാം ഭാഗത്തിൽ സമാനകളില്ലാത്ത ദൃശ്യാനുഭവം പ്രേക്ഷകർക്ക് അനുഭവവേദ്യമാക്കാനായാണ് അല്ലു അർജുനും സംവിധായകൻ സുകുമാറും പദ്ധതിയിടുന്നത്. ചിത്രം ഇതിനകം 1000 കോടി രൂപയുടെ പ്രീ റിലീസ് ബിസിനസ് നേടിക്കഴിഞ്ഞുവെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട്. ദേവി ശ്രീ പ്രസാദാണ് സംഗീതം ഒരുക്കുന്നത്.
പ്രേക്ഷക, നിരൂപക പ്രശംസകൾ ഒരുപോലെ നേടിയ ആദ്യ ഭാഗം വാണിജ്യപരമായും വലിയ വിജയം നേടിയിരുന്നു. 2 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും 7 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും ചിത്രം നേടിയിരുന്നു. അല്ലു അർജുൻ പുറമെ രശ്മിക മന്ദാന, ഫഹദ് ഫാസിൽ, സുനിൽ, ജഗപതി ബാബു, പ്രകാശ് രാജ് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. കഥതിരക്കഥ സംവിധാനം സുകുമാർ ബന്ദ്രെഡ്ഡി, നിർമ്മാതാക്കൾ നവീൻ യർനേനി, രവിശങ്കർ യലമഞ്ചലി, സിഒ ചെറി, സംഗീതം ദേവി ശ്രീ പ്രസാദ്, ഛായാഗ്രാഹകൻ മിരസ്ലോ ക്യൂബ ബ്രോസെക്, പ്രൊഡക്ഷൻ ഡിസൈനർ എസ്. രാമകൃഷ്ണ മോണിക്ക നിഗോത്രേ, ഗാനരചയിതാവ് ചന്ദ്രബോസ്, ബാനറുകൾ മൈത്രി മൂവി മേക്കേഴ്സ്, സുകുമാർ റൈറ്റിംഗ്സ്, മാർക്കറ്റിംഗ് ഹെഡ് ശരചന്ദ്ര നായിഡു, പി. ആർ. ഒ ഏലൂര് ശ്രീനു, മാധുരി മധു, ആതിര ദിൽജിത്ത്, മാർക്കറ്റിംഗ്, ഫസ്റ്റ് ഷോ എന്നിവരാണ് മറ്റ് അണിയറ പ്രവർത്തകർ. 400 മുതൽ 500 കോടി വരെയാണ് പുഷ്പ 2ന്റെ ബജറ്റ് എന്നാണ് റിപ്പോർട്ടുകൾ. അന്ന് സാമന്ത, ഇക്കുറി ശ്രീലീല, പുഷ്പ 2ൽ അല്ലുവിനൊപ്പം ചുവടുവയ്ക്കാന് ഡാൻസിംഗ് ക്വീൻ. ഈ വർഷം ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമായ പുഷ്പ 2 ദ റൂൾ ഡിസംബർ 5-ന് ലോകം മുഴുവനുമുള്ള തിയേറ്ററുകളിൽ എത്താനൊരുങ്ങുകയാണ്. പുഷ്പ ആദ്യ ഭാഗത്തിൽ ഓ ആണ്ടവ ഡാൻസ് നമ്പറിലൂടെ സാമന്തയാണ് ആരാധകരെ കൈയിലെടുത്തെങ്കിൽ ഇക്കുറി പുഷ്പരാജിനോടൊപ്പം ആടിതിമിർക്കാൻ എത്തുന്നത് തെലുങ്കിലെ ഡാൻസിംഗ് ക്വീൻ ശ്രീയാണ്. ശ്രീലീലയെ ചിത്രത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പോസ്റ്റർ ഇപ്പോൾ പുഷ്പ 2 അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ്. ബാലതാരമായി തെലുങ്ക് സിനിമാലോകത്ത് എത്തിയ ശ്രീലീല തെലുങ്കിലും കന്നഡയിലുമായി 10ലേറെ സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്. മഹേഷ് ബാബുവിന്റെ ഗുണ്ടൂർ കാരം എന്ന ചിത്രത്തിലെ കുറിച്ചി മടത്തപ്പെട്ടി എന്ന ഗാനത്തിലൂടെ പ്രേക്ഷകശ്രദ്ധ നേടിയ ശ്രീലീല തന്റെ ചുവടുകളിലൂടെ തിയേറ്ററുകളെ ഇളക്കിമറിക്കുമെന്നാണ് ഏവരും കണക്കുകൂട്ടുന്നത്. ഡിസംബർ 5-നാണ് തിയേറ്ററുകളിൽ പുഷ്പ 2 എത്തുന്നത്. സിനിമയുടെ ട്രെയിലർ ഉടൻ പുറത്തിറങ്ങുമെന്നും അണിയറ പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ട്. തിയേറ്ററുകൾ തോറും ഇതുവരെ കാണാത്ത വിധത്തിലുള്ള ഗംഭീരമായ റിലീസിംഗ് മാങ്കത്തിനാണ് നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സും സുകുമാർ റൈറ്റിംഗ്സും പദ്ധതിയിടുന്നത്. പുഷ്പയുടെ 2ാം ഭാഗം കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നത് E4 എന്റർടൈൻമെന്റ്സാണ്. ചിത്രം ഇതിനകം 1000 കോടി രൂപയുടെ പ്രീ റിലീസ് ബിസിനസ് നേടിക്കഴിഞ്ഞുവെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട്. റോക്ക് സ്റ്റാർ ദേവിശ്രീ പ്രസാദിന്റെ സംഗീതവും അതിശയിപ്പിക്കുന്ന ദൃശ്യങ്ങളും പ്രേക്ഷക പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നു. സുകുമാർ സംവിധാനം ചെയ്ത പുഷ്പ ദ റൈസ് ആദ്യ ഭാഗം 2 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും 7 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടിയിരുന്നു. ചിത്രത്തിൽ അല്ലു അർജുൻ പുറമെ രശ്മിക മന്ദാന, ഫഹദ് ഫാസിൽ, സുനിൽ, ജഗപതി ബാബു, പ്രകാശ് രാജ് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളായുള്ളത്. 2ാം ഭാഗത്തിൽ എന്തൊക്കെ ട്വിസ്റ്റും ടേണും സംഭവിക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കഥതിരക്കഥ സംവിധാനം സുകുമാർ ബന്ദ്രെഡ്ഡി, നിർമ്മാതാക്കൾ നവീൻ യർനേനി, രവിശങ്കർ യലമഞ്ചലി, സിഇഒ ചെറി, സംഗീതം ദേവി ശ്രീ പ്രസാദ്, ഛായാഗ്രാഹകൻ മിരസ്ലോ ക്യൂബ ബ്രയാസെക്, പ്രൊഡക്ഷൻ ഡിസൈനർ എസ്. രാമകൃഷ്ണ മോണിക്ക നിഗോത്രേ, ഗാനരചയിതാവ് ചന്ദ്രബോസ്, ബാനറുകൾ മൈത്രി മൂവി മേക്കേഴ്സ്, സുകുമാർ റൈറ്റിംഗ്സ്, മാർക്കറ്റിംഗ് ഹെഡ് ശരചന്ദ്ര നായിഡു, പി. ആർ. ഒ ഏലൂര് ശ്രീനു, മാധുരി മധു, ആതിര ദിൽജിത്ത്, മാർക്കറ്റിംഗ്, ഫസ്റ്റ് ഷോ. അല്ലു അർജുൻ 300 കോടി, ഫഹദിന് ആദ്യ ഭാഗത്തെക്കാൾ ഇരട്ടി, വിട്ടുകയാടുക്കാതെ രശ്മികയും പുഷ്പ 2 പ്രതിഫല കണക്ക്. ആരാധകർക്ക് അറിയാൻ ഏറെ കൗതുകമുള്ളയൊരു കാര്യമാണ് പ്രിയ താരങ്ങളുടെ പ്രതിഫലം. പ്രത്യേകിച്ച് സൂപ്പർ താരങ്ങളുടേത്. ഓരോ സിനിമ കഴിയുന്തോറും അഭിനേതാക്കൾ പ്രതിഫലം കൂട്ടുന്നത് പതിവുമാണ്. ഇപ്പോഴിതാ തെന്നിന്ത്യൻ സിനിമാസ്വാദകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന പുഷ്പ 2 എന്ന ചിത്രത്തിലെ അഭിനേതാക്കളുടെ പ്രതിഫല വിവരങ്ങൾ പുറത്തുവരികയാണ്. ചിത്രത്തിലെ നായകനായ അല്ലു അർജുന്റെ പ്രതിഫലം 300 കോടിയാണ്. ഇക്കാര്യം നേരത്തെ തന്നെ പുറത്തുവന്നിരുന്നു. ഇതോടെ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്ന അഭിനേതാവെന്ന പട്ടം അല്ലു അർജുൻ ലഭിച്ചു കഴിഞ്ഞു. വിജയ്, ഷാരൂഖ് ഖാൻ അടക്കമുള്ളവന്മാരെ പിന്നിലാക്കിയാണ് അല്ലു ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. പുഷ്പ 2-വിൽ നായിക കഥാപാത്രമായി എത്തുന്ന രശ്മിക മന്ദാനയുടെ പ്രതിഫലം 10 കോടിയാണെന്നാണ് പ്രമുഖ എന്റർടൈൻമെന്റ് സൈറ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ചിത്രത്തിന്റെ ആദ്യ ഭാഗത്തിന്റെ വിജയത്തിനു ശേഷമാണ് രശ്മിക പ്രതിഫലം ഇരട്ടിപ്പിച്ചത്. ബൻവാർ സിംഗ് ഷെഖാവത് എന്ന കഥാപാത്രമായെത്തുന്ന ഫഹദ് ഫാസിലിന്റെ പ്രതിഫലം 8 കോടിയാണ്. ആദ്യ ഭാഗത്തിൽ 3.5 കോടിയായിരുന്നു ഫഹദിന്റെ പ്രതിഫലം എന്നാണ് റിപ്പോർട്ട്. പുഷ്പ 2-വിലെ കിസിക് എന്ന ഗാനരംഗത്ത് പ്രത്യക്ഷപ്പെടുന്ന ശ്രീലീലയുടെ പ്രതിഫലം 2 കോടിയാണ്. ആദ്യ ഭാഗത്തിൽ സാമന്ത വാങ്ങിയതിനേക്കാൾ വളരെ കുറവാണ് ശ്രീലീലയുടെ പ്രതിഫലം. 5 കോടിയായിരുന്നു അന്ന് സാമന്ത വാങ്ങിയത്. സംഗീത സംവിധായകൻ ദേവി ശ്രീ പ്രസാദിന് 5 കോടിയാണ് പ്രതിഫലം എന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം 1200 സ്ക്രീനുകളിൽ ആണ് പുഷ്പ 2 പ്രദർശിപ്പിക്കുന്നത്.
കഴിഞ്ഞ ദിവസം ആരംഭിച്ച ബുക്കിംഗിന് കേരളത്തിൽ അടക്കം മികച്ച പ്രതികരണം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പുഷ്പ 2 ഡിസംബർ 5-ന് തിയേറ്ററുകളിൽ എത്തും. കേരളത്തിൽ പുലർച്ചെ 4 മണിക്കാണ് ആദ്യ ഷോ നടക്കുന്നത്.